നമസ്കാരം. ന്യൂസ് ട്രൂത്ത് വാർത്തയിലേക്ക് സ്വാഗതം. കർക്കിടകം പിറന്നു. ഇനി രാമനിലേക്കുള്ള യാത്ര. ഇനിയുള്ള 30 നാളുകൾ രാമായണ ശീലുകൾ കെട്ടുണരുന്ന പുണ്യദിനങ്ങൾ. തിരുവനന്തപുരം കാലടി ശ്രീ മഹാദേവ വനിതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം. ആചാര്യൻ ഇറക്കത്ത് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് രാമായണ മാസാചരണ പരിപാടികൾ നടക്കുന്നത്. പുരാണങ്ങളും ഒക്കെ അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന സംസ്കൃത പണ്ഡിതന്മാരോടെല്ലാം സമൂഹത്തെ ഒന്നാകെ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. സുരസംഹതിപതി തതനു സോഹാപതി വരദൻ പിതൃപതി തിരതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി കേടാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളായിട്ടുള്ളവരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം നഗമേ സുഖമേ ഞാൻ എല്ലാവരും സകല ആൾക്കാരെയും നമിക്കുകയാണ്. അഗ്രജന്മ സദാ വിദുഷാമഗ്രേശ്വരന്മൽ ഗുരുനാഥൻ അനേകാം ദേവാസികളോടും ഉൾപ്പെരുന്നെങ്കിൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട്. 100 കോടി ശ്ലോകത്തില് ഈ രാമായണം ബ്രഹ്മാവാണ് ആദ്യം എഴുതിയത്. 100 കോടി ശ്ലോകങ്ങളാണ്. ഗ്രന്ഥം എന്ന് പറഞ്ഞ ശ്ലോകം എന്നാണ് അർത്ഥം. 100 കോടി ഗ്രന്ഥമുണ്ട്. ഇല്ല ഇത് ഭൂമി തന്നിൽ, പക്ഷെ ഭൂമിയിലില്ല. രാമനാമത്തെ ജപിച്ചോര് കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ടു. ഒരു കാട്ടാളൻ